എല്ലാവർക്കും നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് പൈപ്പിങ്ങിൽ ചെയ്തിട്ടുള്ളത്. നേരിട്ട് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ആൾക്കാർക്ക് ആലപ്പുഴ, തൃശ്ശൂർ, കൊച്ചി 3 സ്ഥലത്തും ക്ലാസ് ഉണ്ട്. അപ്പോൾ നോക്കുക, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പേപ്പർ ക്യാൻവാസ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അതിനുശേഷം നെക്ക് ഡെപ്ത്ത് 6.5 ഇഞ്ച് ഡെപ്ത്തും ആണ് ഞാനിതിൽ കൊടുക്കുന്നത്. അതിനുശേഷം നോക്കുക, ഞാൻ എന്താണ് ഇതിൽ ഷേപ്പ് കൊടുക്കണത് നോക്കുക. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉള്ള ഒരു ഷേപ്പാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യു അല്ല, വി അല്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഷേപ്പിലാണ് നമ്മൾ ഇതിൽ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഈ ഷേപ്പ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഷേപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോ ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷേപ്പ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് ഔട്ട്ലൈൻ കൊടുക്കുക. ഇത് നമ്മൾ പുറത്ത് വെച്ച് തയ്ച്ച് ഉള്ളിലേക്ക് മടക്കുന്നതാണ്. അപ്പോൾ ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഔട്ട്ലൈനും ഇതുപോലെ കൊടുക്കാം. സ്ക്വയർ കൊടുത്താലും മതി. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളുടെ നമ്പർ 1 ആയിട്ടുള്ള നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തെ നെക്ക് ഒരെണ്ണം കൂടി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, ഈ 6.5 ഇഞ്ച് അതേപോലെ ഡെപ്ത്ത് ഇതിൽ മാർക്ക് ചെയ്യുക. അതിനെ ഒരു ലൈനാക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ നെക്ക് പീസ് തന്നെ വെച്ചിട്ട് കറക്റ്റ് അതേ ഷേപ്പിൽ വരച്ചെടുക്കുക. അപ്പോൾ നോക്കുക, അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചിനേക്കാളും ഒരു പോയിൻ്റ് കൂട്ടിയിട്ട് ഇതിൽ മാർക്ക് ചെയ്യുക. വിഡ്ത്തായിട്ട് നമ്മൾ അതാണ് ഇതിൽ കൊടുക്കുന്നത്. 1/2 ഇഞ്ചിനേക്കാളും ഒരു പോയിൻ്റ് കൂടുതൽ ഇതുപോലെ എല്ലാ ഭാഗത്തും കൊടുത്തിട്ട് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത നെക്കിനേക്കാളും ഇത്ര വലുപ്പം കൂടിയ ഒരു നെക്കാണ് നമ്മൾ ഈ രണ്ടാമത് കട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ നമ്മുടെ ഈ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ഇതിനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മുടെ 2 നെക്കുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 നെക്കും വേറെ വേറെ തുണിയിൽ കറക്റ്റായിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ടൂൾസ് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നോക്കുക, നമ്മൾ 2 നെക്കും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ രണ്ടാമത്തെ നെക്കാണിത്. ഇതിനെ ഇതുപോലെ തുണിയിൽ ഒട്ടിച്ച് സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിനെ ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക നേരെ സെൻറ്ററിൽ. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇതിൻ്റെ എഡ്ജും കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി അയൺ ചെയ്തെടുക്കുക. നമ്മുടെ നമ്പർ 1 ഫസ്റ്റ് നെക്കാണിത് ഏറ്റവും ആദ്യം നമ്മൾ കട്ട് ചെയ്ത്. ഇതിനെ ഇതേപോലെ ഒരു നമ്മൾ ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്ത് വേറൊരു പീസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ആ ഒരു ടോപ്പിന് മാച്ചായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഉൾഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ബാക്കിലേക്ക് മടക്കി നന്നായി അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയാണ് ഇതിൽ മെയിനായിട്ടുള്ള പണി. നോക്കുക, നമ്മൾ ഈ ചെയ്തെടുത്തിട്ടുള്ള ഈ നെക്കിൽ നമ്മൾ ഡയറക്റ്റ് പൈപ്പിംഗ് ത്രെഡ് കയറ്റി പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് പകരം ഇതിൽ ഡയറക്റ്റ് നമ്മൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ 4 വരി പൈപ്പിംഗാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണ് നെക്ക് വെട്ടിയത് ആ ഷേപ്പിൽ തന്നെ നമ്മൾ നെക്ക് പൈപ്പിംഗ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നോക്കുക, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ സിംഗിൾ പ്രഷർ ഫുട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പൈപ്പിംഗ് ചരട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇത് തയ്ച്ചെടുക്കാം. അപ്പോൾ നോക്കുക, നമ്മൾ ഒരു വരി പൈപ്പിംഗ് ഇപ്പോൾ ഇതിൽ തയ്ച്ച് തീർന്നു. ഇനി അടുത്ത 3 വരിയും കൂടി നമുക്ക് ഇതിൽ പൈപ്പിംഗ് വെച്ച് തയ്ക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈനാണ്. മൾട്ടിപ്പിൾ ലൈനിൽ നമുക്ക് പൈപ്പിംഗ് ഇതുപോലെ വെച്ചിട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം. നല്ല ഭംഗിയിൽ നെക്ക് നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. അതാണ് ഈ നെക്കിൻ്റെ പ്രത്യേകത. പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് നല്ല കനത്തിൽ അവിടെ നല്ല ഭംഗിയായിട്ട് ആ നെക്ക് ഇരിക്കും. അപ്പോൾ ഇതുപോലെ 4 പീസും കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ 4ാമത്തെ ലൈനാണ് പൈപ്പിംഗ് ചെയ്യണത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പൈപ്പിംഗാണിത്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇതുപോലെ പൈപ്പിംഗ് നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സുഖമാണ്, ഇത് നെക്കിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ ഇതിലും എളുപ്പമായ മാർഗം വേറെ ഇല്ല. അപ്പോൾ നമ്മൾ 4 വരി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഭംഗിയായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് നമ്മൾ എത്ര വീതിയാണോ ഇതിന് കണക്കാക്കിയ ആ വീതി തന്നെ ഇതില്ല നോക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള വീതി ഉണ്ട് ഇത്. ഇനി നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം നോക്കുക, നമുക്ക് ഈ മുകളിലത്തെ ഈ തുണി കറക്റ്റ് ആവശ്യമില്ലാത്ത തുമ്പ് മുഴുവൻ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഡയറക്റ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നോക്കുക, നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ നെക്കിലേക്ക് നമ്മൾ ഇത് ഡയറക്റ്റ് ഇതുപോലെ സിംഗിൾ പ്രഷർ ഫുട്ട് തന്നെ ഇട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നോക്കുക, അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെക്കുക. സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നോക്കുക, ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഇതൊരു പ്രിൻറ്റഡ് മെറ്റീരിയലാണ്. അതിൽ ഞാൻ ഈ വെച്ചിട്ടുള്ള മെറ്റീരിയലും പ്രിൻറ്റഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങൾ നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കുക. പൈപ്പിംഗ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി നെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടാമതൊരു സ്റ്റിച്ചിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം പിന്നെയും പറയുകയാണ്, നേരിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ 3 സ്ഥലത്തും ക്ലാസ് നടത്തുന്നുണ്ട് ഞാൻ. അവിടെ വന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നേരിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. Thank you for watching.